അയ്യോ പിങ്കും വൈറ്റും ആയിരുന്നു ഇതിന്റെ കളറ്. വിചാരിച്ചില്ല ഇത്ര എനിക്ക് വേണ്ടായിരുന്നു. കൂടുതല. എന്റെ അമ്മയെ പുതിയ വീട് പോലെ ഇരിക്കുന്നു. ഹായ്. അതെ, നമ്മള് ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് മാറി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് പൊടിയാണ്. കുറേ നാളായിട്ട് അടഞ്ഞു കിടന്ന വീടാണ്, പൊടിയാണ്, ആകെ നാശമായി കിടക്കുകയാണ്. അപ്പം ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അല്ലെങ്കിൽ ഇനി ഒരു ഫ്രണ്ട് വന്നാൽ പോലും ഇത് വൃത്തിയാവില്ല, നന്നായിട്ട് വൃത്തിയാകൂല. ഒരു നല്ലൊരു മാനുവൽ എഫേർട്ട് ഇതിന് വേണം. നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിച്ചപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ടെൻഷനാണ്, താമസിക്കുന്ന വീട് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊരു ഭയങ്കര വിഷമം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഹോം ക്ലെൻസിനെ പറ്റി കേട്ടത്. ഈ ചാവി അവരെ ഏൽപ്പിച്ച് ഞങ്ങൾ ഷൂട്ടിന് പോവാണ്. തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. നന്നായിട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. എനിവേ നമുക്ക് നോക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ദാ ചാവി. വീട് കണ്ട് പേടിക്കരുത്, നിങ്ങൾക്ക് നല്ല പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ വൈകുന്നേരം കാണാം. ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും. ശരിയടാ, അപ്പോൾ പോയിട്ട് വരാം. നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പുതിയ വീട് പോലെ ഇരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റില്ല, അടിപൊളിയായിട്ടുണ്ട്.
പക്ഷെ നമ്മൾ ഒട്ടും വിചാരിച്ചില്ലാട്ടോ ഇങ്ങനെ ക്ലീൻ ആവുമെന്ന്. ഇല്ല കബോർഡുകളെല്ലാം ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബെർത്തുകള്, അതുപോലെ ബാത്റൂംസ്. വിൻഡോയിലൊക്കെ ആയിരുന്നു. വിൻഡോയില് ഒരു 10 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കിച്ചനാണൊന്ന് കാണേണ്ടത്. അയ്യോ, പിങ്കും വൈറ്റും ആയിരുന്നു ഇതിന്റെ കളറ്. ഇതിനൊക്കെ ഒരു ഭൂതത്തിന്റെ കളറായിരുന്നു, ചാര കളറായിരുന്നു ഈ കബോർഡിനൊക്കെ. ഇതിനൊക്കെ ഇത്ര നിറം. ഞാൻ എന്തായാലും ആ ചേച്ചിനെ ഒന്ന് ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കും, വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇതിനൊക്കെ ഇത്രയും നിറം ഉണ്ടായിരുന്നു എന്നുള്ളത്. അയ്യോ, എന്തൊരു ഭംഗിയപ്പോ കാണാൻ. എല്ലാം സീലിംഗ് മുതൽ തന്നെ ഇപ്പൊ നോക്കിയാൽ മതി. ട്യൂബ് ലൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ്സ് എല്ലാ ഏരിയകളും എല്ലാം വൃത്തിയായിട്ടുണ്ട്. എല്ലാം അങ്ങനെയാണ്. ശരിക്കും ഇത് എക്സൈറ്റ്മെന്റോട് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ഇത് രാവിലെ കാണുന്നവർക്ക് മനസ്സിലാവും. ഇതിലേക്ക് എന്റെ പൊന്നേ. ഞാൻ ഇന്നലെയാണ് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഇത് സെറ്റ് ചെയ്തത്. ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ല ഇത്രയും വൃത്തിയാവുമെന്ന്. എൻ്റെ ഇതിൻ്റെയൊക്കെ കളറേ മാറിയിരുന്നു. ഇപ്പം അതെല്ലാം ഇത് എന്ത് വാഷാണ് ചെയ്തത്? ഷാമ്പു വാഷ്. എൻ്റെ ബെഡ് എല്ലാം സ്റ്റീം ചെയ്ത് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഒരു പൊടി കാണാനില്ല. ഒരു പൊടി കാണാത്ത വിധത്തിൽ ക്ലീൻ ആക്കി തന്നെ. എവിടെയാണ് നമ്മുടെ ഓഫീസ്? ജഗതിയിൽ. ഞാൻ ഫോണിലാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന, ഇപ്പം എന്നെ പോലെയുള്ള ജോലിയുള്ളവർക്ക് പാടാണ് നമ്മുടെ വീട്ടിൽ ഒരു വർക്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാവർത്തികമല്ല. ടൈമിന്റെ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ഗ്യാരണ്ടി വർക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങളെ സെലിബ്രിറ്റീസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഞങ്ങളോട് വർക്ക് ചെയ്യാൻ പറ്റിയാലും ഹോം ക്ലെൻസിന് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹോം ക്ലെൻസിനെ സമീപിക്കാം. ബാക്കി അനുഭവത്തിൽ നിന്ന് മനസ്സിലായിക്കോളും. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് വിശ്വാസമാവുന്ന, എനിക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയ ഒരു സംഗതിയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തന്നത്. ഹോം ക്ലെൻസ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വേർത്തായിട്ടുള്ള ജോലി അവർ ചെയ്തു തരുന്നുണ്ട്. അത്ര മനോഹരമായിട്ട് എൻ്റെ വീട് പുതിയൊരു വീട് പോലെ ആക്കി തീർത്ത് തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതേപോലെയുള്ള വീട് ക്ലീനിങ്ങിന് ഹോം ക്ലെൻസിനെ സമീപിക്കാം. എൻ്റെ ഗ്യാരണ്ടി.